ഹായ് ഞാൻ ഹരി, ഞാൻ അഗി. എല്ലാവർക്കും സുഖല്ലേ? ഞങ്ങൾ ഇവിടെ സുഖമായിട്ടിരിക്കണ്ട. പിന്നത്തെ പരിപാടി എന്താ? അപ്പൊ നമ്മുടെ ഹോം ടൂർ വീഡിയോ ഒക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കണ്. അപ്പൊ ഹോം ടൂർ ഒക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോ അടുത്തൊരു ചെറിയൊരു ആക്ടിവിറ്റി ആയിട്ട് സമ്മർ ആയതുകൊണ്ട് ഞങ്ങൾ കുറേ നാളായിട്ട് ഇങ്ങനെ നോക്കി വെച്ചിരുന്ന ഒരു സംഭവമാണ് ബ്ലൂ മൗണ്ടൈനിൽ. അവിടെ പോയിട്ട് എന്തിട്ടാണ് റിഡ്ജ് റണ്ണേഴ്സും പറഞ്ഞിട്ടൊരു കോസ്റ്റർ, ഒരു മൗണ്ടൈൻ കോസ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ റോളർ കോസ്റ്റർ പോലെ തന്നെ ഒരു മൗണ്ടൈൻ കോസ്റ്റർ ആണത്. പറഞ്ഞ പോലെ ഒരു എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളത് റീൽസ് ഒക്കെ ഇങ്ങനെ കാണുമ്പോ ഞങ്ങൾ എന്തായാലും ഇങ്ങനെ നോക്കി വെച്ചിരുന്ന പോവാന്ന്. ക്ലൈമറ്റും നല്ലതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാം കൂടെ ഒത്തു വന്നപ്പോ നമ്മുടെ കസിൻസ് ഇവരൊക്കെ വന്നപ്പോ ഒത്തു വന്നപ്പോ നമ്മൾ വിചാരിച്ചെന്നാ പിന്നെ ഇന്ന് ആ പരിപാടി ചെയ്യാന്ന് വിചാരിക്കാണ്. അപ്പൊ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ ഈ പറഞ്ഞ പോലെ രണ്ടു ദിവസമല്ല ഇന്നലെ തൊട്ട് ഞങ്ങളുടെ കസിൻസ് ഞങ്ങളുടെ ഒപ്പം ഉണ്ട്. അപ്പൊ ഈ പറഞ്ഞ പോലെ ഈ പോണ സ്ഥലം എന്ന് പറഞ്ഞാൽ ബ്ലൂ മൗണ്ടൈൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഇന്ന് പോണ കേട്ടാ. അപ്പൊ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ വീട്ടിൽ നിന്നും നമ്മുടെ കസിൻസ് ഒക്കെ ഉള്ള വീട്ടിൽ നിന്നും പറഞ്ഞാല് നടുക്ക് എന്ന് പറഞ്ഞാൽ നോർത്തിലേക്ക് പോയിട്ട് നടുക്കായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ ഈ പറഞ്ഞ പോലെ രണ്ടുപേർക്കും എവിടെയെങ്കിലും നടുക്കൊരു സ്ഥലത്ത് വന്ന് മീറ്റ് ചെയ്തിട്ട് വേണം പിന്നെ ഒരുമിച്ച് വേണം, അല്ലെങ്കിൽ പിന്നെ രണ്ട് വണ്ടിയൊക്കെ എടുത്ത് പോകണ്ടേ. അപ്പൊ ഞങ്ങൾ വിചാരിച്ചെന്നാ പിന്നെ ഒരു വണ്ടി കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടിടാ. കാർപൂൾ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് കേട്ടോ കാനഡയിൽ. എന്ന് പറഞ്ഞാൽ ഇതേപോലെ കുറച്ചധികം നേരം വണ്ടി ഇട്ടിട്ടൊക്കെ പോകണമെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ വണ്ടി പാർക്ക് ചെയ്തിട്ട് പോകാൻ പറ്റും. വണ്ടി ഇട്ടിട്ട് നമുക്ക് പോകാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ ഒരു സ്ഥലത്ത് വണ്ടി കൊണ്ടിട്ടിട്ട് നമ്മുടെ വണ്ടിക്ക് യാത്ര തുടങ്ങാന്ന് വിചാരിച്ചേക്കണത്. ഒരൊറ്റ ആക്ടിവിറ്റി ചെയ്യാന്നാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ തന്നെ ഏകദേശം രാവിലെ 9 മണിക്ക് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ്. ഇപ്പൊ തന്നെ 10 മണിയായി. എന്തായാലും ഇനി ഇവിടെ നിന്ന് നമുക്ക് 2 മണിക്കൂറുണ്ട് ബ്ലൂ മൗണ്ടൈനിലേക്ക്. അപ്പൊ എന്തായാലും ഒരു 11-12 മണിയാവും. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് അവിടെ എത്തുമ്പോഴേക്കും 12 മണിയാവും. അവിടെ ചെല്ല ആ ഒരു കോസ്റ്റർ എക്സ്പീരിയൻസ് ചെയ്യുക. അത് എക്സ്പീരിയൻസ് അതും കൂടെ നോക്കാം. മെയിൻ ആയിട്ട് ഇതാണ്. കാരണം ടൈമില്ല. പിന്നെ ബ്ലൂ മൗണ്ടൈൻ അത്രയും അങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്ത് കാണിക്കില്ല, കുറെ അവിടെ കാണിക്കാനുണ്ട്. പിന്നെ ബ്ലൂ മൗണ്ടൈൻ ഏറ്റവും ഫേമസ് വിന്റർ ടൈമിലാണ്. പക്ഷെ കാണാൻ ഭംഗി, കാരണം മലകളും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പൊ ആ മലയുടെ മുകളിൽ ഇങ്ങനെ സ്കീ ചെയ്ത് വരുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് അവിടെ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഫേമസ്. പക്ഷെ ഞങ്ങൾ എന്തായാലും ഇന്ന് ഈ ഒരു സംഭവം ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. വീഡിയോ എന്നൊക്കെയാണ് ഞങ്ങൾ അവിടെ നിന്ന് പറ്റാവുന്ന പോലത്തെ വീഡിയോ ഒക്കെ എല്ലാവരും ഫുള്ള് ആഡ് ചെയ്ത് കുഞ്ഞൊരു വീഡിയോ ആയിട്ട് ഒരു ചെറിയൊരു ആക്ടിവിറ്റി, ഒരു സൺഡേ ഔട്ടിംഗ് എന്നുള്ള രീതിക്ക് ഇന്നത്തെ വീഡിയോയുടെ മെയിൻ ഉദ്ദേശം അതാണ്. അപ്പം ഞങ്ങളുടെ ഒരു ചാനൽ ഫസ്റ്റ് ടൈം ആണ് കാണുന്നതെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഞാൻ എന്തായാലും വലിച്ചിട്ട് വൈപ്പിക്കാനുള്ള നമുക്ക് എന്തായാലും വീഡിയോക്ക് വന്നാൽ നമ്മുടെ കസിൻസ് ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അടുത്തൊരു വണ്ടിയിൽ. നമുക്ക് അവരെ വണ്ടിയിൽ കയറ്റിയിട്ട് വേണം നമുക്ക് ട്രിപ്പ് തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പൊ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്തോ, സബ്സ്ക്രൈബ് ചെയ്തോ. നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോയാലോ. കമോൺ. അങ്ങനെ ഞങ്ങളുടെ കസിൻസിനെയും പിക്ക് ചെയ്ത് നമ്മുടെ യാത്ര തുടങ്ങിയിട്ടാ. യാത്ര തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലാണ്. ആസ് യൂഷ്വൽ ഞങ്ങൾ നേരെ ടീം ഹോട്ടൽസിലേക്ക് പോയിട്ട് നമ്മൾ ഇന്ന് ഓർഡർ ചെയ്തേക്കുന്നത് അവിടെ വന്ന പുതിയ ഐറ്റമായ സ്ക്രാമ്പിൾഡ് എഗ്സ് ആണ്. എല്ലാവരും അത് തന്നെയാണ് ഓർഡർ ചെയ്തത്, കാരണം എല്ലാവർക്കും അത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മുടെ ടൊറന്റോയിൽ നിന്ന് ബ്ലൂ മൗണ്ടൈനിലേക്ക് ഏകദേശം 160 കിലോമീറ്റർ ഉണ്ട്. 160 കിലോമീറ്റർ ഉണ്ടെങ്കിലും മടുപ്പ് തോന്നില്ല, കാരണം നല്ല അടിപൊളി റോഡും നല്ല അടിപൊളി കാഴ്ചകളുമാണ് കേട്ടോ. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടം. നല്ലൊരു ചെറിയൊരു മഴയൊക്കെ കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് അടിപൊളിയായിട്ട് ഇഷ്ടമായി സത്യം പറഞ്ഞ യാത്ര. അങ്ങനെ ഫൈനലി നമ്മുടെ ബ്ലൂ മൗണ്ടൈനെ തമ്മിലിട്ട് ഏകദേശം 2 കിലോമീറ്റർ ഉള്ളൂ. ഫസ്റ്റ് തന്നെ നമ്മൾ പോണത് ബ്ലൂ മൗണ്ടൈൻ വില്ലേജിലേക്കാണ് കേട്ടോ. ബ്ലൂ മൗണ്ടൈൻ വില്ലേജിലാണ് ഈ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉള്ളത്. നമുക്കിവിടെ പെയ്ഡ് പാർക്കിങ്ങും വരുന്നുണ്ട്, ഫ്രീ പാർക്കിങ്ങും വരുന്നുണ്ട് കേട്ടോ. കുറച്ചൊന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ ഫ്രീ പാർക്കിംഗ് കിട്ടുമ്പോൾ അവിടെ വണ്ടി പാർക്കിനാണ് നല്ലത്. ഓണ്ടാരിയോയിലെ ബ്ലൂ മൗണ്ടൈൻ പ്രകൃതിയുടെ സൗന്ദര്യവും സാഹസികതയും ഒത്തുചേരുന്ന ഒരു മനോഹര സ്ഥലമാണ്. ടൊറന്റോയിൽ നിന്ന് ഏകദേശം 2 മണിക്കൂർ വടക്ക് മാറി ജോർജിയൻ ബേയുടെ തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഒരു സാധാരണ മല എന്നതിലുപരി എല്ലാ പ്രായക്കാർക്കും ആസ്വദിക്കാൻ കഴിയുന്ന ഒരു റിസോർട്ട് കൂടിയാണ് ബ്ലൂ മൗണ്ടൈൻ. വേനൽക്കാലത്ത് ബ്ലൂ മൗണ്ടൈൻ പച്ചപ്പട്ട് വിരിച്ച ഒരു താഴ്വരയായി മാറുകയാണ്. ഇവിടെ നിങ്ങൾക്ക് സൈക്ലിംഗ്, ഹൈക്കിംഗ്, സിപ്പ് ലൈനിങ് തുടങ്ങിയ നിരവധി വിനോദങ്ങളിൽ ഏർപ്പെടാം. മലമുകളിൽ നിന്ന് താഴേക്ക് വരുന്ന റിഡ്ജ് റണ്ണർ മൗണ്ടൈൻ കോസ്റ്റർ ഒരു ആവേശകരമായ അനുഭവം തന്നെയാണ്. കൂടാതെ മനോഹരമായ കാഴ്ചകൾ കണ്ട് ബ്ലൂ മൗണ്ടൈൻ വില്ലേജിലൂടെ നടക്കുകയും ചെയ്യാം. വില്ലേജിലെ വർണ്ണാഭമായ കെട്ടിടങ്ങളും കഫേകളും കടകളും ആകർഷകമാണ്. വിന്റർ സമയത്ത് ബ്ലൂ മൗണ്ടൈൻ അതിന്റെ യഥാർത്ഥ സൗന്ദര്യം വെളിവാക്കുന്നതും കൂടിയാണ്. കുന്നുകൾ മഞ്ഞിൽ മൂടുമ്പോൾ ഇത് കാനഡയിലെ ഏറ്റവും തിരക്കേറിയ സ്കീയിങ്, സ്നോ ബോർഡിംഗ് കേന്ദ്രങ്ങളിൽ ഒന്നായി മാറുന്നു. തുടക്കക്കാർ മുതൽ വിദഗ്ധർക്ക് വരെ ഇവിടെ സ്കീയിങ്ങിനുള്ള സൗകര്യങ്ങളുണ്ട്. മഞ്ഞുമലയിലെ സ്കേറ്റിംഗ്, സ്നോ ട്യൂബിംഗ് എന്നിവയും ശൈത്യകാലത്തെ പ്രധാന ആകർഷണമാണ്. വർഷം മുഴുവനും സന്ദർശകരെ ആകർഷിക്കുന്ന ബ്ലൂ മൗണ്ടൈൻ കുടുംബത്തോടൊപ്പം അവധിക്കാലം ആഘോഷിക്കാനും സുഹൃത്തുക്കളോടൊപ്പം സമയം ചെലവഴിക്കാനും പറ്റിയ ഒരിടമാണ്. പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്കും സാഹസിക വിനോദങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്കും ഒരേപോലെ സന്തോഷം നൽകുന്ന ഒരിടം കൂടിയാണ്.
ഇതേ അപ്പം നമ്മ ബ്ലൂ മൗണ്ടെയിനിൽ വന്നിട്ട് ഇവിടുത്തെ കുറച്ച് ആക്ടിവിറ്റീസ് ട്രൈ ചെയ്യാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. ഇവിടെ കുറേ ആക്ടിവിറ്റീസ് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഏത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് ഞാൻ പറഞ്ഞ പോലെ റിഡ്ജ് റണ്ണറാണ് ചെയ്യാൻ പോണത്. റിഡ്ജ് റണ്ണർ റോളർ കോസ്റ്ററാണ് സംഭവം. അത് ബാക്കിയുള്ളത് ഞാൻ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാം. ബുക്ക് ചെയ്തിട്ട് ഇവിടെ കുറച്ച് പ്രിൻറ്റിങ് മെഷീൻസ് വെച്ചിട്ടുണ്ട്. നമുക്ക് ടിക്കറ്റ് കിട്ടും ഓൺലൈനായിട്ട്. ആ ടിക്കറ്റിൻ്റെ ബാർ സ്കാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലത്തെ ഇവിടെ സുമൗ നമ്മുടെ പേരൊക്കെ എഴുതിയിട്ട് നല്ലൊരു ATM കാർഡ് പോലത്തെ 3 ടിക്കറ്റ് നമ്മുടെ കയ്യിൽ കിട്ടും. ഇതെങ്ങനെയുണ്ടെന്ന് വെച്ചാൽ അതെ 3 ടിക്കറ്റ് 3 പേർക്കാണ് ഞങ്ങൾ എടുത്തേക്കണത്. 3 ടിക്കറ്റ് വെച്ചിട്ട് ആക്ടിവിറ്റി ചെയ്യാം. അതെ അപ്പോൾ അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് ഓൾ ദ വേ നമുക്ക് നടന്നിട്ട് അങ്ങോട്ട് പോകണം. എൻ്റെ പൊന്നോ അത് കയറാനുള്ള ക്യൂ നോക്കി അങ്ങോട്ട് നമ്മ പോകാൻ പോണ സാധനം അതാണ്. അതിൽ കയറാനുള്ള ക്യൂ ആണ് അവിടെ അടീ കാണുന്നത്. ടിക്കറ്റ് എടുത്തിട്ട് കാര്യമില്ല, ഈ ഒരു വലിയ ക്യൂ കടന്നിട്ട് വേണം നമ്മ പറഞ്ഞ റൈഡിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. കുറച്ച് ടൈം എടുക്കും. എന്തായാലും ഞാൻ കഴിഞ്ഞപ്പോൾ റൈഡിൽ കയറിയിട്ട് കാണിച്ചു തരാം. അതിൻ്റെ മുകളിൽ അവിടെ വേറെ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ കുറേ നേരത്തെ ക്യൂ കാത്തുനിന്ന് എത്തിയിട്ടില്ല. ഏകദേശം ഇപ്പം തന്നെ 50 മിനിറ്റ് ഞാൻ ക്യൂയിൽ നിൽക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഈ കാണുന്ന സാധനത്തിലാണ് നമ്മൾ പോകാൻ പോണത്. ഇതിനാണ് പറയണത് റിഡ്ജ് റണ്ണർ റോളർ കോസ്റ്റ്. ഇതൊരു മൗണ്ടൈനും കൂടെ ഒക്കെ ഇങ്ങനെ പോയിട്ട് കറങ്ങി തിരിഞ്ഞിട്ട് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുള്ളൂ. എന്തായാലും ഫോണിൽ ഇരുന്നിട്ട് സെപ്പറേറ്റ് വീഡിയോ പർച്ചേസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട് നമ്മുടേത്. അത് കിട്ടണമെങ്കിൽ ഞാൻ എന്തായാലും അങ്ങനെ കാണിച്ചു തരാം. അങ്ങനെ ഏകദേശം ഒരു 1 മണിക്കൂറും 15 മിനിറ്റും ആയി ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ക്യൂ നിന്ന് മടുക്കൂട്ടാ. പക്ഷേ അതെ ഏകദേശം എത്താനായി. കുറച്ചും കൂടെ ക്യൂ പോകാനുണ്ട് അങ്ങോട്ട്. നമുക്ക് എന്തായാലും പോയി നോക്കാം. നമ്മൾ ഇന്ന് ചെയ്യണ ആക്ടിവിറ്റിയുടെ പേരാണ് അവിടെ എഴുതിയിരിക്കണം. റിഡ്ജ് റണ്ണേഴ്സ് മൗണ്ടെയിൻ കോസ്റ്റർ ഒണ്ടാരിയോ ഫസ്റ്റ് മൗണ്ടെയിൻ കോസ്റ്റർ എന്ന് എഴുതിയിരിക്കണത്. എന്തായാലും പോയി നോക്കി നോക്കാം നമുക്ക്. ഗായ്സ് ഞങ്ങൾക്ക് പോകാനുള്ള കോസ്റ്റേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നു. വണ്ടി എത്തി. ഞങ്ങളുടെ കോസ്റ്റർ ഇതേ ഇതിലാണ് നമ്മൾ കയറാൻ പോകുന്നത്. എന്റെ മോനെ ചത്ത് 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 അതിന്റെ വീഡിയോ കാര്യങ്ങൾ കിട്ടുമെന്ന് തോന്നുന്നുണ്ട്. ഞങ്ങ വീഡിയോ പറ്റെങ്കിൽ അതെടുക്കാം. ഫോണൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ എടുക്കായിരുന്നു. കിഡിലിന്റെ എക്സ്പീരിയൻസ് അടിപൊളി. നമുക്ക് ഇവിടുന്ന് ഒരു കാർഡ് തന്നിട്ടുണ്ട്. നമ്മ കോസ്റ്ററി കയറിയതിന്റെ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റും. നമുക്ക് ഇവിടുന്ന് അതപ്പോൾ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇവിടെ കുറേ കിയോസ്കി കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് എൻ്റെ അത് നമുക്ക് ഇഷ്ടമുള്ള വീഡിയോ എടുക്കാം. നമുക്ക് ഇത്രയും നേരം വെയിറ്റ്
അമേരിക്കയിൽ നിന്ന് എന്റെ ഏറ്റവും വേർത്ത് ആയിട്ടുള്ള ഒരു എന്തോ ഒരു അഡ്വഞ്ചർ എന്നല്ലേ, ഇത്ര അടിപൊളി സാധനം. ലൈക്ക് ഞാൻ വിചാരിച്ചു ഞാൻ മരിക്കാൻ പോവാ, ഞാൻ അവസാനത്തെ മരണ പ്രാർത്ഥന വരെ ചൊല്ലിയിട്ടാണ് ഞാൻ ഇരുന്നത്. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ നോക്കണ്ട, അടിപൊളിയായിരുന്നു, ഒരു രക്ഷയില്ല, പറയാൻ പറ്റുന്നില്ല. ഞങ്ങപ്പോ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങിന് ബ്ലൂ മൗണ്ടനിൽ ഞങ്ങൾ വന്നത് ഈ ഒരു ആക്ടിവിറ്റി എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഇവിടുത്തെ ഞങ്ങളുടെ മൗണ്ടൻ കോസ്റ്ററിലായിരുന്നു. എന്തായാലും കിഡിൽ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനിയിപ്പോൾ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈസായിട്ട് ഫുഡ് കഴിക്കുക, പിന്നെ ഒന്ന് വണ്ടി എടുത്ത് ഇതിൻ്റെ ചുറ്റൊക്കെ ഒന്ന് കറങ്ങി കുറച്ച് സ്ഥലങ്ങൾ കാണാൻ പറ്റുമെങ്കിൽ കണ്ട് വീട്ടിൽ പോകാൻ. വീഡിയോ ക്ലിപ്സ് ഒക്കെ നമുക്ക് ഇവിടെ തന്നെ കിട്ടും കേട്ടോ. അത് നമുക്ക് കോസ്റ്ററിന്റെ വീഡിയോസ് ഞാൻ എന്തായാലും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഫുഡ് കഴിച്ചിട്ട് നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. എന്തിട്ടാണ് ഹരി ഇത്? ചുറോസ് എന്തൊരു സാധനം എന്തിട്ടാണത്? അത് പറ. അതൊരു ഡെസേർട്ട് മധുരമുള്ള സാധനം. ഞാൻ ആദ്യമായിട്ട് കഴിക്കാൻ ഞങ്ങളുടെ കോളേജിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങോട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മൈദ കഴിക്കി തുറക്ക്. ന്യൂട്ടെല്ല പോലത്തെ സാധനം ഡിപ്പായിട്ട് എടുക്കാം. ഞങ്ങൾ അടുത്ത സാധനം വാങ്ങിച്ചിട്ടുണ്ട്. ഏതെന്നിട്ടാ കുഞ്ഞു ഇത്? അത് വേറൊരു പേസ്ട്രി, എന്തിനാണെന്ന് പേരെന്ന് പറഞ്ഞൂടാ. എങ്ങണ്ട് ഞങ്ങൾ ഇത്രയും നേരം മലയുടെ അടിയിലുണ്ടായിരുന്നു. ഈ ബ്ലൂ മൗണ്ടൻ എന്ന് പറഞ്ഞ വലിയ മലകളാണല്ലോ. ഈ പറഞ്ഞ പോലെ ഇത്രയും നേരം മലയുടെ അടിയിലും മീൻസ് എന്താ മൗണ്ടൻ ബ്ലൂ മൗണ്ടൻ വില്ലേജ് ആ ഭാഗത്തായിരുന്നു ആക്ടിവിറ്റീസ് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഒരു മലയുടെ മുകളിലേക്ക് കയറി വണ്ടി ഓടിച്ച്. എന്നിട്ട് ഇവിടെ നിന്നുള്ളൊരു വ്യൂ ഇനിയിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. നല്ല കിഡിലൻ വ്യൂ. ഞാൻ സത്യം പറഞ്ഞ കാനഡയിൽ വന്നിട്ട് ഇത്രയും ടോപ്പിൽ നിന്നുള്ളൊരു വ്യൂ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. എന്തായാലും ആ ഒരു വ്യൂ കണ്ടു നോക്കും നിങ്ങൾ. ഇത് നോക്കിയാൽ മേഘത്തിൻ്റെ കളർ നോക്കിയാൽ നീല വെള്ള. അവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മേഘം, അതിൻ്റെ അവിടെ കാണുന്നത് ബീച്ചും അടിയിൽ ആ വില്ലേജും സംഭവങ്ങളൊക്കെ കണ്ട ഫുൾ അടിപൊളിയായിട്ട്. ഈ കാണുന്നത് വസാക ബീച്ചിൻ്റെ ഭാഗങ്ങളാണ് കേട്ടോ. നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടുന്ന്. കറക്റ്റ് വ്യൂ പോയിന്റ് ഒന്നുമില്ല, ഇങ്ങനെ വന്ന് കണ്ട് പോകാനുള്ളൊരു സ്ഥലമുള്ളൂ കേട്ടോ. ഞങ്ങൾ ഇങ്ങനെ നടന്നു വന്നപ്പോൾ ഇവിടെ ആപ്പിള് വീണ് നടക്കണ നോക്കി കാണിച്ചടി. ഇതേ ആപ്പിളായി തുടങ്ങിട്ടാ. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ചാമ്പയ്ക്കൊക്കെ വീണാക്കുന്നത് ആപ്പിൾ മരമാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ നല്ല അടിപൊളി വഴിയാണ് കേട്ടോ. ഈ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ചെറിയൊരു ട്രയലാണെന്ന് തോന്നുന്നുണ്ട്. കുറേ നടക്കാനുണ്ട്. പക്ഷെ നമ്മ ഇവിടുന്ന് ഒരു വ്യൂ പോയിന്റ് കാണാമെന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അതേ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് ഇത് മറ്റേ സ്കീയിങ് ചെയ്യണ സ്ഥലം. സ്കീയിങ് ചെയ്യണ ഭാഗമുണ്ട് ഇത്. വിൻ്റർ ടൈമിൽ ഫുള്ള് മഞ്ഞ് വീണ് കഴിഞ്ഞാൽ സ്കീയിങ് ചെയ്യാൻ പറ്റും ഇവിടെ നിന്ന്. അതിൻ്റെ ഒരു വഴിയാണ് ഈ കാണാൻ ഇങ്ങനെ പോയേക്കണത്. ബീച്ച്, വില്ലേജ്, അടിപൊളി. ബ്ലൂ മൗണ്ടൻ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സ്കീയിങ്ങിന് വേണ്ടിയിട്ടുണ്ട്. കാരണം മലയുടെ മുകളിൽ നിന്ന് ഇങ്ങനെ സ്കീ ചെയ്ത് അടിയിലേക്ക് പോകാന്നുള്ളതാണ് ഇവിടുത്തെ മെയിൻ ആക്ടിവിറ്റി. ഫസ്റ്റ് ഇതായിട്ടുള്ളത്. ഓക്കെ സ്കീയിങ് ഫസ്റ്റ് തുടങ്ങിയപ്പോൾ ആദ്യമായിട്ട് വന്ന എന്തിനാണിത്? സൗത്ത് ചെയർ ലിഫ്റ്റ് അല്ലേ? ഇതിലിരുന്ന് മുകളിലേക്ക് വന്നിട്ട് വേണം അടിയിലേക്ക് ഇറങ്ങി പോവാൻ. സ്കീ ചെയ്ത് പോണവർ ആദ്യം ഇതിൽ വരണത്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പോസ് ചെയ്തിട്ട് വായിച്ചു നോക്കിക്കോ. ഓക്കെ, നടന്നു വന്നപ്പോൾ നമ്മൾ നേരത്തെ കഴിച്ചില്ലേ പേസ്ട്രി, ആ ഒരു പേസ്ട്രിയുടെ ചെറിയൊരു ഷോപ്പ്, നല്ല മരങ്ങളൊക്കെ വെച്ചുണ്ടാക്കി. അതല്ലാണ്ട് ഇവിടെ ഒരു കസേര നോക്കി ആർക്കും ഇരിക്കാനാണെന്നാവോ. നല്ല കൂറ്റൻ വലിയ കസേര. ഹരിതേ അവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് അവിടെ നിന്ന് നേരെ തിരിച്ചിട്ടാ. ഏകദേശം 5 മണിയായിട്ട് സമയം. നമുക്ക് ഇനി പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും പോയി കുറച്ച് ഫുഡ് കഴിക്കാം, നേരെ വീട്ടിൽ പോകും. കാരണം നാളെ എല്ലാവർക്കും പണിയുണ്ട്.
അപ്പോൾ നമ്മ ഇന്ന് മിൽട്ടണിലുള്ള ഓ ബോംബെ എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻ്റാണ് പോയത്. ഈ ഓ ബോംബെ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ ഗൂഗിളിൽ ഭയങ്കര റിവ്യൂ കണ്ടിട്ടുണ്ട് ഞങ്ങൾ അവിടെ പോയത്. പക്ഷെ അവിടെ പോയി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് കാര്യം മനസ്സിലായത് ഭയങ്കര എക്സ്പെൻസീവും, പിന്നെ അതല്ലാണ്ട് ഒട്ടും ക്വാണ്ടിറ്റി ഇല്ല, ടേസ്റ്റ് ആണെങ്കിൽ ആവറേജ്. ഞങ്ങൾ അവിടെ നിന്ന് കബാബ്, മോമോസ്, ബിരിയാണി, ചോമീൻ അങ്ങനെ അത്യാവശ്യം എല്ലാ മെയിൻ ഐറ്റംസും ഓർഡർ ചെയ്തിട്ടാണ്. പക്ഷെ വളരെ മോശമായിരുന്നു, ആരും ട്രൈ ചെയ്യരുത്, അത്രേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. അയ്യോ, അപ്പോൾ അതെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് അങ്ങനെ വീട്ടിൽ വന്ന് കയറിയിട്ടാ ഒരു രക്ഷ ഉണ്ടായില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. മറ്റേ എക്സ്പെക്ട് ചെയ്യാണ്ട് നമുക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സാധനം കിട്ടുന്നില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാല് റീൽസ് ഒക്കെ കണ്ടപ്പോഴും ഞങ്ങൾക്ക് അത്ര വലിയ സംഭവമായിട്ടൊന്നും തോന്നിയില്ല. നമ്മൾ ഈ വണ്ടർലാൻഡിലൊക്കെ പോയി കയറുന്ന റൈഡില്ലേ, ആ ഒരു സാധനം എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് വിചാരിച്ചത്. പക്ഷെ ഇതിങ്ങനെ ഇൻഡിവിജ്വൽ ആയിട്ട് ചെയ്തോണ്ട് ഭയങ്കര ഒരു അടിപൊളി റഷൻ ആയിരുന്നു. ഒരു രക്ഷ ഉണ്ടായില്ല, അടിപൊളി. എന്തായാലും മസ്റ്റ് ട്രൈ ആയിട്ടുണ്ട്. കാനഡയിലുള്ള ഒരു പ്രാവശ്യമെങ്കിലും പോവാ. ആകെ ഈ പറഞ്ഞാൽ $35 എങ്ങാണ്ടുള്ളൂ. പക്ഷേ 1 കിലോമീറ്റർ ദൂരമുള്ളൂ കേട്ടോ അത് ആകെ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ 1 മിനിറ്റ് 1.5 മിനിറ്റിൽ റൈഡ് കഴിയും. പക്ഷെ ആ ഒരു 1 മിനിറ്റ് 1.5 മിനിറ്റില്ലേ അടിപൊളി സാധനം, നല്ല രസമുണ്ടായിരുന്നു. അത് എല്ലാവർക്കും അങ്ങനെ ഫീൽ ചെയ്യുമെന്നറിയില്ല. ഭയങ്കര ധൈര്യശാലികൾക്കൊക്കെ ചിലപ്പോ സിമ്പിൾ സാധനമായിരിക്കുള്ളൂ ചിലപ്പോ. പക്ഷെ എന്നാലും ഞങ്ങൾക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടമായി. അതിൽ തെറിച്ചു എന്നൊക്കെ ഉള്ളൊരു നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടപ്പോൾ എന്തായാലും മനസ്സിലായിണ്ടാവും. അപ്പോൾ ട്രിപ്പൊക്കെ കഴിഞ്ഞ് ഫുഡ് ഇടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ വീട്ടിൽ വന്ന് കയറി. രാത്രി 9:30 ഏകദേശം ഒരു രാവിലെ 9 മണിക്ക് ഇറങ്ങിയിട്ട്. അതെ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. ഇതേപോലത്തെ അടിപൊളി ആക്ടിവിറ്റീസ് ആയിട്ട് ഞങ്ങൾ പെട്ടെന്ന് വരുന്നതായിരിക്കുള്ളൂ. അപ്പൊ എന്തായാലും അതെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഞങ്ങൾക്ക് എന്തായാലും നല്ല ഉറക്കം വരുന്നുണ്ട്. നാളെ ഷിഫ്റ്റ് ഉണ്ട്. അപ്പൊ ഞങ്ങൾ എന്തായാലും പോയി കിടന്നു തുടങ്ങട്ടെ. ബാക്ക് ടു വർക്ക്. അപ്പൊ അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.